നമസ്കാരം, ടൈമീഡിയയിലേക്ക് സ്വാഗതം. ഒരു അത്യാവശ്യ സന്ദർഭത്തിൽ ബാങ്ക് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാനും തുടങ്ങിയതാണ്. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങൾ വന്നപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ ബാങ്കിൻ്റെ ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുന്നു. ആകെ പ്രശ്നത്തിലാണ്. പലവിധ പ്രശ്നങ്ങൾ ഇങ്ങനെ ചുറ്റി വരിഞ്ഞു കിടക്കുന്നു. ലോൺ അടവ് മുടങ്ങി കഴിഞ്ഞു. ഇത്തരത്തിലുള്ള ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെ ജപ്തി ഭീഷണി നേരിടുന്ന പല വ്യക്തികളും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. റിക്കവറി ഏജന്റുമാരുടെ നിരന്തരമായ ഫോൺ കോളുകളും ഭീഷണികളും കാരണം നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയായിരിക്കാം. എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി കൂടിയുള്ളതാണ്. 2026 ഏറ്റവും പുതിയ റിസർവ് ബാങ്ക് നിയമങ്ങളും കോടതി വിധികളും സാധാരണക്കാരായ വായ്പക്കാർക്ക് ശക്തമായ ഒരു സംരക്ഷണം നൽകുന്നുണ്ട്. ബാങ്കുകൾക്കോ റിക്കവറി ഏജന്റുമാർക്കോ നിങ്ങളെ കണ്ടമാനം അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കാൻ അത് പ്രകാരം കഴിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള 5 പ്രധാനപ്പെട്ട നിയമപരമായ അവകാശങ്ങളെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തികളുടെ കയ്യിൽ നിന്നോ നിങ്ങൾ തിരികെ കൊടുക്കാമെന്ന വ്യവസ്ഥയിൽ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ സമയത്ത് തിരികെ കൊടുക്കുക എന്നത് മാന്യതയുടെ ഭാഗമാണ്. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില പ്രതികൂല സാഹചര്യങ്ങൾ മൂലം വായ്പ തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ല എന്നത് ഒരു ക്രിമിനൽ കുറ്റമൊന്നുമല്ല കേട്ടോ. അതൊരു സിവിൽ ബാധ്യത മാത്രമാണ്. വ്യക്തിഗത വായ്പകളോ ക്രെഡിറ്റ് കാർഡ് കുടിശ്ശികയോ അടയ്ക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകാൻ പോലീസിന് കഴിയില്ല. 2026 കർശനമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന റിസർവ് ബാങ്കിന്റെ പുതിയ ഗൈഡ് ലൈൻസ് പ്രകാരം ഒരു റിക്കവറി ഏജന്റിന് രാവിലെ 8 മണിക്ക് മുൻപോ വൈകുന്നേരം 7 മണിക്ക് ശേഷമോ നിങ്ങളെ ഫോണിൽ വിളിക്കാനോ നേരിട്ട് വരാനോ യാതൊരു അധികാരവും ഇല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ വായ്പാ വിവരങ്ങൾ നിങ്ങളുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അയൽക്കാർ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലുള്ളവരുമായി ഒക്കെ പങ്കുവെക്കുന്നതും സാമൂഹിക മാധ്യമങ്ങളിലൂടെ നിങ്ങളെ അപമാനിക്കുന്നതും തികച്ചും നിയമവിരുദ്ധമാണ്. ഇനി അവർ ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ലംഘിച്ചാലോ? തെളിവുകൾ സഹിതം ബാങ്കിന്റെ നോഡൽ ഓഫീസർക്കും അതിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ cms.rbi.org.in എന്ന വെബ്സൈറ്റ് വഴി റിസർവ് ബാങ്ക് ഓംബുഡ്സ്മാനും നിങ്ങൾക്ക് സൗജന്യമായി ഈ വിഷയത്തിൽ പരാതി നൽകാം. കാരണം ഏജന്റുമാർ ചെയ്യുന്ന തെറ്റിന് ബാങ്കുകൾക്ക് നേരിട്ട് ഉത്തരവാദിത്വമുണ്ട്. ഭവന വായ്പയോ ബിസിനസ് വായ്പയോ പോലെ ഈട് വെച്ചുള്ള വായ്പകൾ തുടർച്ചയായി 90 ദിവസം മുടങ്ങുമ്പോഴാണ് അത് NPA അഥവാ കിട്ടക്കടമായി ബാങ്ക് പ്രഖ്യാപിക്കുന്നത്. ഇതിനുശേഷം ബാങ്ക് നിങ്ങൾക്ക് 60 ദിവസത്തെ സമയം നൽകിക്കൊണ്ട് സർഫാസി നിയമം സെക്ഷൻ 13ന്റെ 2 പ്രകാരം ഒരു ഡിമാൻഡ് നോട്ടീസ് അയക്കും. ഈ നോട്ടീസ് കാണുമ്പോൾ പലരും ഭയന്ന് പെട്ടെന്ന് ഒളിച്ചോടിപ്പോ. എന്നാൽ അവിടെയാണ് നിങ്ങൾ സർഫാസി നിയമത്തിലെ സെക്ഷൻ 13(3)(a) എന്ന അവകാശം ഉപയോഗിക്കേണ്ടത്. നോട്ടീസ് ലഭിച്ച് 60 ദിവസത്തിനുള്ളിൽ തുകയിലുള്ള സംശയങ്ങളോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളോ ഒക്കെ കാണിച്ച് ബാങ്കിന് രേഖാമൂലം ഒരു ഒബ്ജക്ഷൻ നിങ്ങൾ സമർപ്പിക്കണം. ഈ ഒബ്ജക്ഷൻ കിട്ടിയാൽ കൃത്യം 15 ദിവസത്തിനകം ബാങ്ക് നിങ്ങൾക്ക് രേഖാമൂലം മറുപടി നൽകിയിരിക്കണം എന്നതാണ് നിയമം. അപ്പോൾ ഇത് ബാങ്ക് ചെയ്യാതിരുന്നാലോ? അത് ചൂണ്ടിക്കാണിച്ച് നിങ്ങൾക്ക് ജപ്തി നടപടികൾ സ്റ്റേ ചെയ്യാൻ സാധിക്കും. ബാങ്ക് ജപ്തി നോട്ടീസ് പതിപ്പിക്കുകയോ നടപടികളുമായി മുന്നോട്ട് പോവുകയോ ചെയ്താൽ നേരെ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങാം എന്നാണ് പലരും കരുതുന്നത്. എന്നാൽ അത് അങ്ങനെയൊന്നുമല്ല. സർഫാസി നടപടികൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ കഴിയില്ലെന്നും ഡെറ്റ് റിക്കവറി ട്രിബ്യൂണലിനെയാണ് DRTA ആണ് സമീപിക്കേണ്ടതെന്നും സുപ്രീം കോടതിയും കേരള ഹൈക്കോടതിയും അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ബാങ്ക് നടപടികൾ തുടങ്ങി 45 ദിവസത്തിനകം നിങ്ങൾക്ക് DRTയിൽ സെക്ഷൻ 17 പ്രകാരം അപ്പീൽ നൽകാം. ബാങ്ക് ചെയ്ത നിയമലംഘനങ്ങൾ ഇവിടെ ചോദ്യം ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് പണമടയ്ക്കാൻ യാതൊരു നിർവാഹവും ഇല്ലാത്ത അവസ്ഥയിലാണോ? എങ്കിൽ ബാങ്കുമായി ഒറ്റത്തവണ തീർപ്പാക്കൽ അഥവാ OTSന് ശ്രമിക്കാവുന്നതാണ്. മൊത്തം കുടിശ്ശികയേക്കാൾ വളരെ കുറഞ്ഞൊരു തുകയ്ക്ക് വായ്പ പൂർണ്ണമായും അവസാനിപ്പിക്കുന്ന ഒരു രീതിയാണിത്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. OTS വഴി ലോൺ അവസാനിപ്പിച്ചാൽ നിങ്ങളുടെ സിബിൽ സ്കോർ വല്ലാതെ കുറയും. അത് നേരെ താഴോട്ട് പോകും. ക്രെഡിറ്റ് റിപ്പോർട്ടിൽ സെറ്റിൽഡ് എന്ന് രേഖപ്പെടുത്തും. അതിൻ്റെ അപകടം എവിടെയാണെന്നറിയാമോ? 7 വർഷത്തോളം ഈ റിമാർക്ക് അവിടെ നിലനിൽക്കും. അത് ഭാവിയിൽ പുതിയ ലോണുകൾ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. അതിനാൽ സിബിൽ സ്കോർ ആവശ്യമില്ലാത്ത തികച്ചും ഗതികെട്ട അവസ്ഥയിൽ മാത്രം OTS എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇല്ലെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് നിങ്ങളെ നയിക്കും. നിങ്ങളൊരു കർഷകനാണെങ്കിൽ കേരള സർക്കാരിൻ്റെ കാർഷിക കടാശ്വാസ കമ്മീഷൻ എന്നൊരു വലിയ അനുഗ്രഹം നിങ്ങളുടെ മുമ്പിലുണ്ട്. 4 ഹെക്ടർ ഏകദേശം 10 ഏക്കർ വരെയുള്ള കൃഷിഭൂമിയുള്ള കൃഷി പ്രധാന വരുമാന മാർഗമായ ആളുകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. ഏറ്റവും പുതിയ നിയമ ഭേദഗതി പ്രകാരം കർഷകന്റെ വാർഷിക വരുമാന പരിധി 1 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുമുണ്ട്. ഫോറം C എന്ന അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് കമ്മീഷനെ സമർപ്പിച്ചാൽ നിങ്ങളുടെ ബാധ്യതകളിൽ വലിയൊരു ഇളവ് ലഭിക്കാനും പലിശക്കാരുടെ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനും ജപ്തി ഒഴിവാക്കാനും സാധിക്കും. സാമ്പത്തിക തകർച്ച ആരുടെ ജീവിതത്തിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതിൽ നാണിക്കാനോ ഭയക്കാനോ ഒന്നുമില്ല. നാട് വിടുകയും ചെയ്യരുത്. നിയമം നിങ്ങളുടെ കൂടെയുണ്ട്. ഫോൺ വന്നാൽ ഒളിച്ചോടാതെ ബാങ്കുമായി നേരിട്ട് ആശയവിനിമയം നടത്തുക. നിങ്ങളുടെ അവകാശങ്ങൾ കൃത്യമായി വിനിയോഗിക്കുക. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക.
സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വിഷയവുമായി നാളെ കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.